മുതിർന്ന CPI നേതാവ് ശ്രീമതി ആനി രാജ. ശ്രീമതി ആനി രാജ, വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കാൻ വരുന്നത്. അതുവഴി കൊടുക്കുന്ന സന്ദേശം വയനാടിനെ ഉപേക്ഷിച്ചിട്ടില്ല, വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദേശമായി മാറുമോ? ഹലോ, ശ്രീമതി ആനി രാജ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറയൂ. അപ്പോ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അത് ഞാൻ വയനാട്ടിനെ ഉപേക്ഷിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല എന്നൊരു സന്ദേശം ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ പര്യാപ്തമാകുമോ എന്നാണ് ചോദ്യം. അല്ല, ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്നിലധികം സീറ്റുകളിൽ ഒരാൾ മത്സരിച്ച് അതിലെല്ലാത്തിലും ജയിച്ചാലും ഈ ഇന്ത്യയിലെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ പ്രതിനിധിയാവാനേ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ആ നിയമം പാലിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ശ്രീമാൻ രാഹുൽ ഗാന്ധിയും തീരുമാനമെടുത്തിരിക്കുന്നു. റായ്ബറേലിയിലെ പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് വയനാട്ടിൽ അല്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ അത് ആ രീതിയിൽ കണ്ട ഒരു നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമാരാധനായ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം, അതായത് റായ്ബറേലിയിൽ മണ്ഡലം നിലനിർത്തുന്നതിന്, അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് അവർ ആ പാർട്ടി അങ്ങനെ തീരുമാനിച്ച് അതിലെത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ശ്രീമതി ആനി രാജ, CPIയുടെ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങയോട് ഒരു വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇന്ത്യ മുന്നണിയുടെ പൊതു സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന അഭിപ്രായമുണ്ടോ? ഇപ്പോഴത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. പാർലമെന്റിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം മത്സര രംഗത്തിൽ അതൊരു പൊതു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മത്സരിച്ചാൽ നന്നാവില്ലേ? അല്ല, അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഇടത് കേരളത്തിൽ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ചേർന്നുള്ള യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിലായിരിക്കില്ല, മറിച്ച് UDF LDF എന്ന നിലയിലായിരിക്കും മത്സരം എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനെന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളും അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥന ആ മുന്നണികളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയുകയാണ്, അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ, വാർത്ത കണ്ടില്ല. ഞാനിപ്പോ ഒരു UP ഒരു ഗ്രാമത്തിലാണുള്ളത്. അപ്പൊ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ ഒരു വനിതയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭയെ അപേക്ഷിച്ച് ഇത്തവണത്തെ ലോക്സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 14-ന് 13 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ വരണം. അത് നല്ല കാര്യം കോൺഗ്രസ് അത്തരത്തിൽ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ആരായാലും അങ്ങനെ ആ രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒരു വനിത പോലും ഇല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ലോക്സഭയിൽ. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ശ്രീമതി ആനി രാജ, ഒരിക്കൽ കൂടി വയനാട്ടിൽ മത്സരിക്കാൻ താങ്കൾ ഒരുക്കമാണോ, സന്നദ്ധയാണോ? അതെന്റെ ഒരുക്കമില്ലായ്മ അല്ലല്ലോ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്. എനിക്കൊരു പാർട്ടിയുണ്ട്, എനിക്ക് ആ പാർട്ടി അടങ്ങുന്ന ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയുടെയും എന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ തീരുമാനമല്ലേ, അല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു വിഷയമല്ലല്ലോ അത്. അല്ല, വ്യക്തിപരമായി താല്പര്യമുണ്ടോ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് താല്പര്യക്കുറവുമല്ല. പാർട്ടി ആ വിഷയത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അതൊന്നും ഇതുവരെയും ഇപ്പോഴല്ലേ ഈ തീരുമാനം വന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി ആനി രാജ.